ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ കഴിച്ചപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ചൂട് ചായ തന്നിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഊതി ഊതി കുടിക്കുന്നുണ്ട്. 8 മണിക്ക് കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അവളെ ഒന്ന് വിളിച്ച് ഉണർത്തി. എൻ്റെ അനിയത്തിക്ക് സ്കൂളിൽ പോകാണ്ടതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. അപ്പോൾ എനിക്കിന്ന് സ്കൂളിലൊക്കെ പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ രാവിലെ കാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത് നല്ല ചൂട് അപ്പവും പിന്നെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാരാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സ്വന്തം മാമൻ്റെ മോനാണ്. അപ്പോൾ എൻ്റെ മുറച്ചെറുക്കനാണ്. ചെറുതായിട്ടൊക്കെ നടന്ന് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. യൂണിഫോമൊക്കെ ഇട്ടു. ഇനി അടുത്ത് തലമുടിയൊക്കെ കെട്ടണം. സ്കൂളിൽ എക്സാമും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ അത്ര നിർബന്ധമല്ല കേട്ടോ തലമുടി എങ്ങനെ കെട്ടണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ കെട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ ഉണ്ണിക്കുട്ടനും കാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അപ്പമൊക്കെ ഇതുപോലെ പിച്ച് പ്ലേറ്റിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവ ഇതുപോലെ എടുത്തെടുത്ത് കഴിക്കുന്നുണ്ട്. എന്ത് സാധനം കിട്ടിയാലും അത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നുള്ള പാഠം ഇവൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കിട്ടിയാലും അവനാണെങ്കിൽ നമുക്ക് വെച്ച് തരും കഴിക്കാനായിട്ട്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പ്രഷനും കൂടെ ഇട്ട് കൊടുക്കണം. അതാണ് അവൻ്റെ സന്തോഷം. അങ്ങനെ എൻ്റെ അനിയത്തിക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ചിരി കണ്ടില്ലേ. ചില സമയങ്ങളിൽ അവൻ നമ്മളെ പറ്റിക്കും കേട്ടോ. കയ്യിലൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ വായിൽ ഇതുപോലെ തന്നെ വെച്ച് തരും. അപ്പോൾ എനിക്ക് തന്ന കാപ്പി ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്യൂഷന് പോയില്ല രാവിലെ. അപ്പോൾ സ്കൂളിലാണ് പോകുന്നത് നേരിട്ട്. അച്ഛനാണെങ്കിൽ കാപ്പ് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പ് കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ കുറച്ച് നേരം വച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അവനും കാപ്പി കുടിച്ചു. അതിനുശേഷം ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മളിതാ പരീക്ഷയൊക്കെ എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും അനിയനും ചേച്ചിയും കൂടെ ഇരുന്ന് കളിക്കുവാണ്. അപ്പോഴത്തേക്കും സോക്സൊക്കെ ഊരി ഞാനാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. കാപ്പി ഉണ്ടാകുന്ന നോക്കിയപ്പം മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ ഞാൻ ചുട്ടു. ഞാൻ ഉണ്ടാക്കിയോണ്ട് തന്നെ ദോശയാണെങ്കിൽ ഒരുമാതിരിയൊക്കെയാണ് ഇരുന്നത് കേട്ടോ. പിന്നെ തിന്നാൻ വിശപ്പായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് കടലക്കറിയും പിന്നെ ഒരു മുട്ടയും പൊരിച്ച് ഞാൻ പിന്നെ അത് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ അമ്മയെ സഹായിക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയപ്പം വെള്ളരിക്കയും അങ്ങനെ തുടങ്ങി കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അരിഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ അത് ഇതുപോലെ അതിനകത്തുള്ള കുരുകളൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. വെജിറ്റബിൾ വേസ്റ്റൊക്കെ നമ്മൾ കളയാതെ നമ്മൾ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിയാണെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടത് കൊണ്ടുവന്നു. പിന്നെ അത് കഴിച്ചു. ഉപ്പിലിട്ട് വെറുതെ വെച്ചിരുന്നില്ല. അവൾ ടെറസിൻ്റെ മണ്ടയിൽ വെയിലടുപ്പിച്ചാണ് കൊണ്ടുവന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അവളിന്ന് വീട്ടിൽ നിന്നപ്പോൾ കാണിച്ചു കൂട്ടിയതാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഞാനാണെങ്കിൽ നടുക്കൂടെ ഇതുപോലെ കീറി ഒഴിച്ചുകൂട്ടാനൊക്കെ സെറ്റാക്കാൻ വേണ്ടി അരിഞ്ഞു കൊടുത്തു. പിന്നെ വെള്ളരിക്കയൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുരിങ്ങയ്ക്ക് അരിയാനുണ്ടായിരുന്നു. പിന്നെ അത് അരിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ചീര കണ്ടപ്പോൾ അരിയണമെന്ന് തോന്നി. അങ്ങനെ അതാ ചീര എടുത്ത് കഴുകി അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുനുകുന അരിയുന്നുണ്ട്. അതിൻ്റെ വേര് ഭാഗം ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു. പിന്നെ ഇലകളുടെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കും നല്ല എളുപ്പമുണ്ടായിരുന്നു അരിയാൻ. അങ്ങനെ ആ പാത്രം മുഴുവനും അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതാ കോഴിക്കുഞ്ഞുങ്ങളുടെ വിളിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും 3 എണ്ണവും 3 വഴിയിലായിരുന്നു കേട്ടോ. അനിയത്തിയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുന്നു. മണിക്കുട്ടിയാണെങ്കിൽ കാക്കയെ അടിക്കുന്നു. പിന്നെ ഉണ്ണിക്കുട്ടനാണെങ്കിൽ അവിടെ ഇല പറക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് അവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുത്തു. അങ്ങനെ വേനലൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ദാഹമൊക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല മുരിങ്ങയൊക്കെ ഇട്ട് വെച്ച നല്ല മീൻകറിയും പിന്നെ ഒഴിച്ചുകൂട്ടാനും പിന്നെ തോരനുമായിട്ട് നമ്മൾ കഴിച്ചു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കോഴികൾക്കും ഇതുപോലെ തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് കുഞ്ഞുങ്ങൾക്ക് തുറന്ന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അവരാണെങ്കിൽ കൂട് തുറന്ന് എല്ലാവരും 4 വശത്തോട്ട് ഓടി. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് കൂട്ടി കയറിക്കോളും. നമുക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അന്നാണെങ്കിൽ നമ്മളുടെ ഈ കൂട്ടിലുള്ളൊരു കുഞ്ഞിനെ കാക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലതുപോലെ നോക്കിയാലത് കൂട് തുറക്കുമ്പം ഓടലാണ് പണി.
അതുപോലെ അന്ന് നമ്മൾ ഫുഡ് കൊടുക്കാൻ നേരത്ത് ഇതുപോലെ ഒരു കുഞ്ഞാണെങ്കിൽ വെളിയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കണ്ടില്ല. അപ്പോഴത്തേക്ക് കാക്ക എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമത്തിലും കൂടെയാണ്. വെളി ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വിയർപ്പായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ചൂടല്ലേ വെളിയിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ തണ്ണിമത്തനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് തട്ടാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ണിമത്തനായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തപ്പോഴത്തേക്കും അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് കേട്ടോ തണ്ണിമത്തൻ. അത് നല്ല വാട്ടറിയാണ്, വേനൽക്കാലത്ത് നല്ല സെറ്റാണ് കഴിക്കാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വാട്ടർ മെലൺ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അനിയത്തിയാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പം അത് ഇങ്ങനെ മുറിച്ചപ്പോഴത്തേക്കും അതിന് അകത്താണെങ്കിൽ ചൊകാന്നാണ് ഇരുന്നത്. കൂടാതെ അത് നല്ല കുരുക്കളും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ആ കുരുവൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ പിന്നെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഫാഷനിൽ നമ്മൾ മുറിച്ചിട്ട് ഇതൊന്ന് പുൾ ചെയ്ത് എടുത്തപ്പോഴത്തേക്കും അത് സെറ്റായിട്ട് വന്നില്ല. എന്നാലും നമ്മൾ വാട്ടർ മെലണൊക്കെ കഴിച്ചു. അങ്ങനെ തണ്ണിമത്തനാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ 2 എഗ്ഗിൻ്റെ മിഠായി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കിൻഡർ ജോയിനെക്കാട്ടിലും ഏറ്റവും നല്ല സൈസിലും പിന്നെ നല്ല കാണാൻ തന്നെ ഭംഗിയായിരുന്നു കേട്ടോ അതിനെ. അപ്പം ഇതാണെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് സെപ്പറേറ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനെ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. ഒരുപാട് ദിവസമായി ഇതുപോലത്തെ ഇത് ഓപ്പൺ ചെയ്തിട്ട്. ഇത് വെറും 20 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ കിൻഡർ ജോയൊക്കെ ആണെങ്കിൽ 50 രൂപയാവും. അപ്പം 20 രൂപ ആകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും തികയുകയും ചെയ്യും. 10 രൂപ ലാഭവുമാണ് കേട്ടോ. ഈ കിൻഡർ ജോയിൻ്റെ അകത്തുള്ള ഈ ഒരു മുട്ടായി അല്ല ഇതിനകത്തുള്ളത്. അപ്പോൾ അതിൽ മിൽക്ക് ചോക്ലേറ്റും പിന്നെ ചോക്ലേറ്റും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ബിസ്ക്കറ്റിൻ്റെ ടൈപ്പായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് കഴിക്കാനുള്ളതാണ് കേട്ടോ ഓപ്പൺ ചെയ്തത്. അടുത്താണ് നമ്മൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 2 പീസസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ കളിപ്പാട്ടമാണ് കേട്ടോ ആദ്യം അൺബോക്സ് ചെയ്തത്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഒരു പേനയിൽ വയ്ക്കാനുള്ള ഒരു ബുക്കും പിന്നെ ഒരു റോക്കറ്റ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അടുത്തത് ഓപ്പൺ ചെയ്ത് അവളാണെങ്കിൽ അതിലത്തെ ചോക്ലേറ്റും കഴിച്ചു. ഈ ഒരു പോപ്കോണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചായയും പോപ്കോണും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ബീഫ് ബിരിയാണി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര എരിയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രേവിയൊക്കെ ഒഴിച്ചതുപോലെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുനാഫ പിസ്താഷ്യൂ ചോക്ലേറ്റ് നമുക്കും കിട്ടി. പിന്നെ അതും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.